പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. ഞാൻ ആഷിക് ജോയ്. ആസ് യൂഷ്വൽ, ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഈശ്വര ഏറ്റവും അധികം സ്നേഹമുള്ളവരെ, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഞാൻ പറയുന്നത്. ഒറ്റമൂലി. നമ്മൾ പല മരുന്നുകൾ കഴിക്കേണ്ടതില്ല ഈ രോഗം മാറാൻ. ഈ ഒറ്റമൂലി കഴിച്ചാൽ നമുക്ക് ഈ രോഗം മാറാം. അപ്പോൾ എൻ്റെ അടുത്ത് പലരും, പ്രത്യേകിച്ച് യൂത്ത് പിള്ളേർ ചോദിക്കാറുണ്ട്, ചേട്ടാ ഇങ്ങനെയാണ് മേഖല, ഈ മേഖലയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും അതിൻ്റെ വ്യക്തമായ ഉത്തരവില്ല. നമ്മൾ ഒരുപാട് വഴികൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ എൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ 2 മാസത്തിലധികമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ദൈവകൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യവും അതിലൂടെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്, മറ്റൊന്നുമല്ല. ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്തിൽ നിന്നും കൊണ്ടുവരുമ്പോൾ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫറവോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ നീ ഇവിടെ നിന്ന് വിടിപ്പിക്കണം എന്ന്. എന്നെ ആരാധിക്കാൻ. അപ്പോൾ നമ്മുടെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തെ അഡോർ ചെയ്യാൻ, ദൈവത്തെ ആരാധിക്കാൻ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ, നമ്മൾ സ്വർഗത്തിലെത്തിയാൽ അവിടെ എന്താണ്? അവിടെയും നമ്മൾ ആരാധന തന്നെയാണ്. അപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിട്ട് ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയുന്ന വിശുദ്ധരെല്ലാവരും ഇതുപോലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുള്ള വ്യക്തികളാണ്. വാഴ്ത്തപ്പെട്ട വെനറബിൾ ഫുൾട്ടൻ ജേഷ്യൻ പറയുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹത്തിന് ഈ പ്രസംഗിക്കാനുള്ള വാക്ചാതുര്യവും ഈ ഒരു ആത്മാക്കളെ നേടാനുള്ള കഴിവും കൃപയെല്ലാം ലഭിച്ചിരിക്കുന്നത് 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വഴിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. എൻ്റെ അനുഭവം എനിക്കിപ്പോൾ പറയാൻ ടൈമായിട്ടില്ല, അതിൻ്റെ പൂർണ്ണതയിലായി കഴിയുമ്പോൾ ഞാൻ പറയും. പക്ഷേ ഇപ്പോഴേ ഞാൻ പറയുന്നു, എന്ത് ബുദ്ധിമുട്ടും ആയിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഇനി മുന്നോട്ട് ജീവിതമില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾ വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാതെ, യുക്തിപരമായിട്ട് ചിന്തിക്കാതെ, ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കാതെ, നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധി പോയിരിക്കുക. എന്നിട്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾക്കറിയുന്നത് പോലെ ആരാധിക്കുക. ഒഫീഷ്യാലിറ്റി ഒന്നും വേണ്ട. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്, യേശുവെ സ്തുതി, യേശുവെ ആരാധന എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യ യേശുവിനെ നിങ്ങൾ കുമ്പിട്ട് ആരാധിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ആരാധിക്കുക. അത് ഒച്ചത്തിലാവണമെന്നില്ല. ചിലപ്പം നിശബ്ദമായ ഒരു നിത്യ ആരാധന ചാപ്പലായിരിക്കാം. നിങ്ങളുടെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. പലരും പറയാറുണ്ട്, എനിക്ക് പാടാനുള്ള കഴിവില്ല, എനിക്ക് താളത്തിൽ, ലയത്തിൽ, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. വിത്ത് എ ജോയ്ഫുൾ ഹാർട്ട്, വളരെ ആനന്ദം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടു കൂടെയുള്ള നിങ്ങളുടെ താളമില്ലാത്ത, ലയമില്ലാത്ത പാട്ടുകൾ പോലും ദൈവം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദിവ്യകാരുണ്യ സന്നിധിയിലോട്ട് പോവാം. ഞാനീ പറയേണ്ടത് പ്രശ്നം ഉണ്ടാവാൻ മാത്രം പോകാനല്ല, ഇത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളത്, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്. നമ്മൾ വല്ലപ്പോഴും ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ സൺഡേസിലോ മാത്രം പോകുന്നതിലുപരി നമ്മൾ ജോലിക്ക് പോകുന്നത് പോലെ ഇത് നമ്മുടെ ടൈം ടേബിളിൽ അങ്ങ് വെക്കുക. 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന. ഇങ്ങനെ 1 മണിക്കൂർ നമ്മൾ ഇരിക്കുമ്പോൾ, 1 മണിക്കൂർ കുറഞ്ഞത് 1 മണിക്കൂർ നമ്മൾ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും. അസാധ്യമെന്ന്, ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കും. എൻ്റെ സാക്ഷി പിന്നീട് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അത്രയും അസാധ്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയുക പോലും വേണ്ട. നിങ്ങൾ പോകുന്നു, നിങ്ങളവിടെ സാഷ്ടാംഗം വീഴുന്നു, നിങ്ങൾ എന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്നു, വചനം പറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നു. സർവാധിപനാം ദൈവമേ, സർവശക്തനാം ദൈവമേ, അത്യുന്നതനായ ദൈവമേ, അങ്ങ് പരിശുദ്ധൻ, ഏകരക്ഷകൻ, അങ്ങ് ദൈവപുത്രൻ, അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല, അങ്ങ് കരുണാമയനായ ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലോട്ട് ഇറങ്ങി വരുന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കുമെന്നുള്ളതാണ്. ഈ ആരാധന നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഒരു തടസ്സം വരുന്നത്. ഇതിനെപ്പറ്റി വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞ പ്രകാരമാണ്: When we are before the blessed sacrament, let us open our heart. Our good God will open His.
നമ്മൾ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. അപ്പോൾ ദൈവം തൻ്റെ ഹൃദയവും തുറക്കും. വി ഷാൽ ഗോ ടു ഹിം, ഹി വിൽ കം ടു അസ്. ദ വൺ ടു ആസ്ക്, ദ അതർ ടു റിസീവ്. ഈ വിശുദ്ധ അൽഫോൺസസ് ലിഗോരി പറയുന്ന പ്രകാരമാണ്, ഓഫ് ഓൾ ഡിവോഷൻസ് that of adoring Jesus in the Blessed Sacrament is the greatest after the sacraments, the one dearest to God and the one most helpful to us. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഈ ആരാധിക്കാൻ. നമുക്ക് എന്നിട്ട് അതിന് ടൈമില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയുടെ കൂടെ ഇരുന്ന് ഈശോയെ അങ്ങ് ആരാധിക്കുക. ഞാൻ ഉറപ്പ് തരുന്നു, എൻ്റെ രക്തം കൊണ്ട് ഞാൻ നിങ്ങൾ സാക്ഷ്യപ്പെടുത്താം, അസാധ്യമായിട്ട് ഒന്നുമില്ല. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിങ്ങൾ പോയി ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങളെ പറയുക പോലും വേണ്ട, സ്വർഗസ്ഥനായ പിതാവ് കാര്യം നടത്തി തരും. നമുക്ക് പിന്നീട് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പം 1 മണിക്കൂർ തന്നെ ഇരിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾ കുറേശ്ശെ ആയിട്ട് കൂട്ടുക. ഒരു 10 മിനിറ്റ് ഇരിക്കുക, പിന്നെ അത് 15 മിനിറ്റായിട്ട് കൂട്ടുക, 30 മിനിറ്റ്, 45 മിനിറ്റ്, 1 മണിക്കൂർ. ഞാൻ ഉറപ്പ് തരുന്നു, ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ സഫീഷ്യൻ്റ് ആയിരിക്കില്ല. നിങ്ങൾക്കൊരു കൊതി തോന്നും, ഇച്ചിരിയും കൂടെ ഒന്ന് ഇരിക്കാമായിരുന്നു. 1 മണിക്കൂർ കവിയും, നിങ്ങൾ പോലും അറിയത്തില്ല ടൈം പോകുന്നത്. വിശുദ്ധ കൽക്കട്ടയിലെ മദർ തെരേസ പറഞ്ഞ പ്രകാരമാണ്, വെൻ യു ലുക്ക് അറ്റ് ദ ക്രൂസിഫിക്സ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ജീസസ് ലവ്ഡ് യു ദെൻ. വെൻ യു ലുക്ക് അറ്റ് ദ സാക്രഡ് ഹോസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ജീസസ് ലവ്സ് യു നൗ. വിശുദ്ധ ജോൺ രണ്ടാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു, ദ ചേർച്ച് ആൻഡ് ദ വേൾഡ് ഹാവ് എ ഗ്രേറ്റ് നീഡ് ഓഫ് യൂക്കറിസ്റ്റിക് വർഷിപ്പ്. ലോകത്തിനും സഭയ്ക്കും ദിവ്യകാരുണ്യ ആരാധന അത്രയധികം ആവശ്യമാണ്. ജീസസ് വെയിറ്റ്സ് ഫോർ അസ് ഇൻ എ സാക്രമെൻറ്റ് ഓഫ് ലവ്. യേശു നമ്മളെ കാത്തിരിക്കുകയാണ്. ലെറ്റ് അസ് നോട്ട് റിഫ്യൂസ് ദ ടൈം ടു ഗോ ടു മീറ്റ് ഹിം ഇൻ അഡോറേഷൻ, ഇൻ കണ്ടംപ്ലേഷൻ, ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓപ്പൺ ടു മേക്കിംഗ് അമെൻഡ്സ് ഫോർ ദ സീരിയസ് ഒഫൻസസ് ആൻഡ് ക്രൈംസ് ഓഫ് ദ വേൾഡ്. നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കുമ്പോൾ ഇതും കൂടെ നമ്മൾ ചെയ്യണം. ദിവ്യകാരുണ്യത്തോട് മനുഷ്യർ ചെയ്യുന്ന, നമ്മളടക്കമുള്ള മനുഷ്യർ ചെയ്യുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ ഈശോയുടെ കൂടെ ഒട്ടി നമ്മൾ നിൽക്കുകയാണ്, ഈശോയുടെ പരിഹാരം ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ എപ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മൈ ഗാഡ്, ഐ ബിലീവ്, ഐ അഡോർ, ഐ ഹോപ്പ് ആൻഡ് ഐ ലവ് യു. I ask pardon of you, those who do not believe, do not adore, do not hope and do not love you. ഇത് ഫാത്തിമയിൽ എനിക്ക് തോന്നുന്നു മാതാവാണോ മാലാഖിയാണോ പഠിപ്പിച്ചതെന്നറിയില്ല, പഠിപ്പിച്ചിട്ട് പ്രാർത്ഥനയാണിത്. ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഈശോയ്ക്ക് നന്ദി പറയുകയും ഒന്നും ചെയ്യാത്തവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ ഈശോയുടെ മാപ്പ് പറയുകയും ഈശോ ആരാധിക്കുകയും സ്തുതിയും ആരാധിക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നു. വിശുദ്ധ പീറ്റർ ജൂലിയൻ പറയുന്ന പ്രകാരമാണ്, ഹാവ് എ ഗ്രേറ്റ് ലവ് ഫോർ ജീസസ് ഇൻ ഹിസ് ഡിവൈൻ സാക്രമെൻറ്റ് ഓഫ് ലവ്. That is the divine oasis of the desert. It is the heavenly manna of the traveler. It is the holy ark. It is the life and paradise of love on earth. ലിസുവിലെ വിശുദ്ധ തെരേസ, കൊച്ചു തെരേസ പറയുന്ന പ്രകാരമാണ്, ഡു യു റിയലൈസ് that Jesus is there in the tabernacle expressly for you alone? He burns with a desire to come into your heart. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഈശോ നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ദിവ്യകാരുണ്യം എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഈ ചാപ്പലിലോട്ട് എൻ്റെ മകൾ വരുമെന്ന് ഈശോ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞതാണ്, ഈ സമരിയക്കാരി സ്ത്രീയെ തേടിയിട്ട് ഇവൾ കിണറ്റിൻകരയിൽ വരുന്നതിന് മുൻപേ ഈശോ പുലർച്ചെ ഇറങ്ങി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഈശോ കിണറ്റിൻകരയിൽ വന്നു, ഈ സമരിയക്കാരി സ്ത്രീയെ രക്ഷിക്കാൻ മാത്രമായിട്ട്. ഈശോക്കറിയാം ഇന്ന് ഇവളെയാണ് ഞാൻ രക്ഷിക്കേണ്ടത്. അപ്പം എന്ത് മനോഹരമാണ്, കിണറ്റിൻകരയിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന ഈശോ, സമരിയക്കാരി സ്ത്രീയെ കാത്തിരിക്കുന്ന ഈശോ, മാരക പാപത്തിൽ വ്യഭിചാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിരാവിലെ ഉണർന്ന് പുറപ്പെട്ട് കിണറ്റിൻകരയിൽ ഇവളെ കാത്തിരിക്കുന്ന ഈശോ നേരിട്ട് കാര്യമൊന്നും പറയുന്നില്ല. ഈശോ പയ്യെ കഥയൊക്കെ ചോദിച്ച്, ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ സംസാരിച്ച്, എന്ത് മനോഹര നമ്മൾ ആ ഒരു ദൃശ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമ്മളുമായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുന്ന ഈശോ. പിന്നെ ഈശോ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഈശോയുടെ രീതി ഇങ്ങനെയാണ്, നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങോട്ട് ഈശോ ചോദ്യം ചോദിക്കും, എനിക്ക് നമ്മളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ശരിയാണ്, എനിക്ക് ഭർത്താക്കന്മാരില്ല. അപ്പോൾ അങ്ങനെ അവൾ കണ്ടെത്തി. ആദ്യം യേശുവിനെ അവൾ കാണുന്നത് ഒരു യഹൂദനായിട്ട്, പിന്നെ അവൾ യേശുവിനെ കാണുന്നത് പ്രഭു എന്ന് സംസാരിച്ചിട്ടാണ്, പിന്നെ പറയുന്നത് നീ ഒരു പ്രവാചകനാണ്, പിന്നെ പറയുന്നു മിശിഹ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവസാനം ഈശോ പറഞ്ഞു, ഐ ആം ദ മെസ്സായ, ഞാനാണ് ആ മിശിഹ.
ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു കോരിത്തിരിക്കും. അപ്പം പിന്നെ അവളുടെ ഡ്യൂട്ടി എന്താണ്? യേശു രക്ഷകൻ, ലോകരക്ഷകൻ എന്ന് മറ്റുള്ളവരെ അവൾ അറിയിച്ചു. ആ സിറ്റിയിലെ ആൾക്കാർ മൊത്തം വന്നിട്ട് അവർ പറയുകയാണ്, ഇനി ഇവൾ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ നേരിട്ട് കണ്ട് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യ സന്നിധി ഇരിക്കുമ്പോഴേ നമുക്ക് ഈ ബോധ്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഏത്? യേശുവാണ് ഏക രക്ഷകൻ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ഇതേ ദിവ്യകാരുണ്യ ഈശോയാണ് എൻ്റെ ശരീരത്തിൽ വസിക്കുന്നത്. ഈ ദിവ്യകാരുണ്യം ഇന്നലെ നടക്കുമ്പോൾ നമുക്ക് ശബ്ദം ഉയർത്താൻ പറ്റണമെങ്കിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ആരാധിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം, അതിൻ്റെ വ്യാപ്തിയൊക്കെ. വിശുദ്ധ പാത്രപ്പേ പറഞ്ഞ ഇപ്രകാരം, ദ എർത്ത് കുഡ് എക്സിസ്റ്റ് മോർ ഈസിലി വിത്തൗട്ട് ദ സൺ ദാൻ വിത്തൗട്ട് ദ ഹോളി സാക്രിഫൈസ് ഓഫ് ദ മാസ്. ഒരുപക്ഷെ സൂര്യനില്ലാതെ ഭൂമിക്ക് നിലനിൽപ്പ് ഒരുപക്ഷെ സാധ്യമാകാം, പക്ഷേ പരിശുദ്ധ കുർബാനയില്ലാതെ ഒരു നിമിഷം പോലും ഭൂമിക്ക് നിലനിൽപ്പില്ല എന്നാണ് വിശുദ്ധ ജോസ് മരിയ എസ്കരവയുടെ ഏറ്റവും മനോഹരമായ വാക്കുകൾ. വെൻ യു അപ്രോച്ച് ദ ടബർനാക്കിൾ, റിമെമ്പർ that he has been waiting for you for 20 centuries. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലോട്ട് ചെല്ലുമ്പോൾ, നിങ്ങൾ സക്രാരിക്ക് മുമ്പിലോട്ട് പോകുമ്പോൾ, ഈ ദിവ്യകാരുണ്യ ഈശോ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി, കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈശോ കാത്തിരുന്നത് എന്ന് വിശുദ്ധ മാക്സിമിലിയൻ കോൾബി ഇപ്രകാരം പറയുന്നു. ഇഫ് ഏഞ്ചൽസ് കുഡ് ബി ജെലസ് ടു മാൻ, they would be so for one reason, ഹോളി കമ്മ്യൂണിയൻ. ഈ പരിശുദ്ധ കുർബാന നോക്കൂ, ഈ മാലാഖമാർ നമ്മളോട് കൂടെ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ അസൂയ അവർക്ക് ആരാധിക്കാനേ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുക പോലും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലോട്ട് ദിവ്യകാരുണ്യ ഈശോ വരിക പോലും ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു മനോഹരമായൊരു ചരിത്രം നോക്കുമ്പോഴേ, അങ്ങനെ സീനാ മലമുകളിൽ വലിയൊരു ആക്ച്വലി ഒരു വോൾക്കാനിക് എറപ്ഷൻ പോലെ ദൈവം ഇങ്ങനെ മേഘത്തിൽ ഇങ്ങനെ ഇടിമിന്നലുകളുടെയൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ദൈവം വന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് പേടിയായി. മോശയോട് പറഞ്ഞു, നീ തന്നെ സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് ഭയമാണെന്ന് പറഞ്ഞു. മോശ ദൈവമായിട്ട് 40 ദിനരാത്രങ്ങൾ സംസാരിച്ച് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ മുഖം പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഇവർക്ക് മോശയെ നോക്കാൻ പറ്റുന്നില്ല. മോശ അവസാനം മാസ്ക് ഇട്ടിട്ടാണ് സംസാരിച്ചത്. ഇതുപോലെ പല വൈദികരുടെയും സിസ്റ്റർമാരുടെയും മുഖങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കാണാം, എന്തൊരു തേജസ് ഉള്ളതാണ്, എന്തൊരു ഗ്രേസ് ഉള്ളതാണ്. വിശുദ്ധ പാത്രപ്പിയുടെയൊക്കെ മുഖം ഇപ്പോഴും അഴുകാതെ കിടക്കുന്ന ആ മുഖത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ ദൈവിക സാന്നിധ്യം കാണാൻ സാധിക്കുന്നത് ഈ ദിവ്യകാരുണ്യ ഈശോയായിട്ടാണ് മുഖാമുഖം നിരന്തരം സംസാരിച്ചിട്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലാകും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണോ അല്ലയോ എന്നുള്ളത്. കാരണം ഈ ഒരു പ്രകാശം അവരുടെ മുഖത്തുണ്ട്. അങ്ങനെ അന്ന് ദൈവം ആ രൂപത്തിൽ വന്നു, ആ രീതിയിൽ വന്നു. പിന്നെ ദൈവത്തിന് മനസ്സിലായി. ദൈവം പറഞ്ഞു, ഓക്കെ, നിങ്ങളിനി കൂടാരം ഉണ്ടാക്കി. അപ്പം കൂടാരത്തിൽ, അപ്പോൾ ദൈവത്തെ കാണാൻ ആഗ്രഹമുള്ളവർ കൂടാരത്തിലോട്ട് പോകും. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇവർ പോകുമ്പോഴും ഇതിങ്ങനെ കൊണ്ട് നടക്കണം. പിന്നീട് ദൈവം പറഞ്ഞു, ഓക്കെ, നിങ്ങളെന്നാൽ പിന്നെ എനിക്ക് വേണ്ടി ഒരു ദേവാലയം നിങ്ങൾ പണി. അങ്ങനെ ജെറുസലേം ദേവാലയം പണിതു. അപ്പോഴും ഈ ആളുകൾ ജെറുസലേം ദേവാലയത്തിൽ വരുമ്പോൾ മാത്രമേ ദൈവത്തെ ആരാധിക്കുന്നുള്ളൂ. അപ്പോഴേ ദൈവം പറഞ്ഞു, ഓക്കെ, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ നടക്കണം. അങ്ങനെ യേശു മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ കൂടെ 33 വർഷക്കാലം ഈ ഭൂമിയിൽ നടന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, എനിക്കിത് പോരാ, ലോകാവസാനം വരെ ജനിക്കുന്ന അവസാന കുഞ്ഞിൻ്റെയും കൂടെ എനിക്ക് നടക്കണം. അതിപ്പോൾ എങ്ങനെ നടക്കും? ഞാൻ എൻ്റെ ബോഡി ഇവിടെ തന്നിട്ട് ഞാൻ പോവും. ദിസ് ഈസ് മൈ ബോഡി, ദിസ് ഈസ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മളെ സന്നിഹിതരായി നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. അങ്ങനെ ദൈവത്തിന് ആഗ്രഹം പൂർത്തിയായി. നമ്മുടെ കൂടെ പരിശുദ്ധ കുർബാന രാവിലെ സ്വീകരിച്ച് വരുന്ന വ്യക്തിയുടെ കൂടെ ദൈവം നടക്കുകയാണ്. അവസാനം ദൈവം എന്ത് പറഞ്ഞു? ഈശോ എന്ത് പറഞ്ഞു? ഇതാ, ഇനി നിങ്ങൾ ഒരു ആലയമായി മാറിയിരിക്കുകയാണ്. ഈ ആലയത്തിൽ ഇതാ ഞാൻ വസിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ സക്രാരിയിൽ. സോ എന്ത് മനോഹരമായ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് ഓർക്കണം. ബ്ലസ്സഡ് വിശുദ്ധ കാർലോ അക്യൂട്ടീസ് പ്രകാരം പറയുന്നു, ദി യൂക്രിസ്റ്റ് ഈസ് ദ ഹൈവേ ടു ഹെവൻ. സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണ് ദിവ്യകാരുണ്യം എന്ന്. അപ്പം എൻ്റെ പറയുമ്പോഴേ, നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിനോടൊപ്പം നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ആരാധിക്കുക. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി നിങ്ങൾ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ച് തുടങ്ങുന്ന ആ മൊമെൻ്റ് മുതൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയും, ചേട്ടാ ഞാൻ ഇങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ മിറാക്കിൾസ്. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ആ സാക്ഷ്യങ്ങളുടെ പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.
ഞാൻ ഗ്യാരണ്ടി എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനിത് നിങ്ങൾ ആശ്വസിപ്പിക്കാൻ പറയുന്ന ഒരു വാക്കുകളല്ല, ഒരു സൈക്കോളജിക്കലായിട്ടൊരു ആശ്വാസം കിട്ടാൻ ഞാൻ പറയണതല്ല. ഞാനിത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങളൊരു ചെങ്കടലിൻ്റെ മുമ്പിലായിരിക്കാം, ഇത് പകക്കപ്പെടത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. യു ജസ്റ്റ് ഗോ. നിങ്ങൾ ഒരു പൊട്ടനെ പോലെ നിങ്ങൾ ദിവ്യേട്ടൻ്റെ സന്നിധി പോകും. അത് നിങ്ങൾക്ക് അറിയത്തില്ല ഇനി മുന്നോട്ട് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങളവിടെ പോവുക, കുമ്പിട്ട് ഈശോ ആരാധിക്കുക, ഈശോയ്ക്ക് നന്ദി പറയുക, തന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുക, സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുക, നിങ്ങളുടെ കാര്യങ്ങൾ ഈശോയോട് പറയുക. 1 മണിക്കൂർ നിങ്ങൾ നോക്കിക്കോ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഞാൻ ചുമ്മാ എന്താ പറയുക, ചുമ്മാ ഞാൻ ഒരു ഗ്യാസ് അടിച്ച് വിടുന്നതല്ല, ഇത് റിയാലിറ്റിയാണ്. നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങളെടുത്ത് പറ. സോ ഇന്ന് സെപ്റ്റംബർ 11-ാം തീയതി, നാളെ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ ചെയ്തിട്ടുള്ള നിന്ദനങ്ങൾക്ക് പരിഹാരമായിട്ട് സീറോ മലബാർ സഭ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ നാളെ മുതൽ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യും. സെപ്റ്റംബർ 12-ാം തീയതി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്ടോബർ 12-ാം തീയതി വരെയെങ്കിലും ഒരു 30 ദിവസം നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വന്നിട്ട് പറ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedictatum in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Ore.